യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. മിനിഞ്ഞാന്ന് ഞാൻ 5 മണിക്ക് ഒന്ന് നടന്നേക്കാം എന്ന് 6:45 കുർബാനയാണ്, ഒരു 10 മിനിറ്റ് ഒന്ന് നടന്നേക്കാമെന്ന് കരുതി പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ 3-4 പേര് എന്നെ വന്ന് വളഞ്ഞു എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ വന്നതാണ് കാലത്ത് എഴുന്നേറ്റ്. അപ്പോൾ ഒരാളുടെ പേര് ചോദിച്ചപ്പോൾ ശശി, അടുത്തയാളുടെ പേര് ചോദിച്ചപ്പം ഷാഹിദ്. അപ്പോൾ ഷാഹിദ് എന്ന് പറഞ്ഞപ്പം ഇത് മുസ്ലിം പേരാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അതെ, ഞാൻ മുസ്ലിമാണ്. നീ എങ്ങനെയാ ഇവിടെ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ തലയ്ക്കകത്ത് 2 മുഴ. അപ്പോൾ പെരിന്തൽമണ്ണയിലെ ഒരു വികാരിയച്ഛൻ പറഞ്ഞു, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. അവൻ വന്നപ്പം ബുധനാഴ്ചയായിപ്പോയി. അവിടെ ഗേറ്റിൻ്റെ കാവൽ നിന്ന സെക്യൂരിറ്റി പറഞ്ഞു, ഞായറാഴ്ച വരേണ്ടതായിരുന്നു, ഇനി കയറ്റാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. വേറെ ഇച്ചിലൂടെ പരിചയമുള്ളവരോടാണ് എങ്ങനെയും കയറ്റി വിട്ടേനെ. എങ്കിലും അവൻ ഗേറ്റിങ്കിൽ നിന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ചുകൊണ്ട് തിരിച്ചുപോയി. അവൻ പിന്നെ തിരിച്ചു പോകുന്നത് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലേക്കാണ് ചികിത്സയ്ക്ക്. അവിടെ ചെന്ന ഡോക്ടേഴ്സിൻ്റെ പരിശോധനയിൽ 2 മുഴയും ഇല്ലാതായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ആഴ്ച മുഴുവൻ ദിവസത്തെ ധ്യാനം കൂടുകയാണ്. അപ്പോൾ ദൈവം അനന്ത സ്നേഹത്താലാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും വിളിച്ചത്, തിരഞ്ഞെടുത്തത്, നിലനിർത്തുന്നത്, വളർത്തുന്നത്, ഉയർത്തുന്നത് ഒരു കൂട്ടായ്മയായിട്ടാണ്. കൂട്ടായ്മയില്ലെങ്കിൽ നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ ചെതറിപ്പോവും, കുറച്ച് കാലത്തേക്ക് പിടിച്ചു നിൽക്കും. പരസ്പരം പ്രോത്സാഹനം എല്ലാവർക്കും വേണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. DFM യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഷാഹിദ്. എൻ്റെ സ്ഥലം വണ്ടൂർ, മലപ്പുറം ജില്ല. 6 വർഷമായിട്ട് ബ്രെയിൻ ട്യൂമർ ബാധിച്ച ഒരു രോഗിയായിരുന്നു. വെല്ലൂർ CMC ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലാണ് ട്രീറ്റ്മെന്റ് എല്ലാം നടത്തിയിരുന്നത്. 6 വർഷമായി ട്രീറ്റ്മെന്റ് നടത്തിയിട്ടും രോഗത്തിന് ഒരു ശാന്തിയും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഒരു ബ്രദർ ഉണ്ടായിരുന്നു. ജാക്സൺ എന്നാണ് അവന്റെ പേര്. പെരിന്തൽമണ്ണയാണ് അവരുടെ സ്വദേശം. അദ്ദേഹം എനിക്ക് ഒരു സ്ഥലം പറഞ്ഞു തന്നു. ഡിവൈൻ സെന്റർ, മുരിങ്ങൂര്, ചാലക്കുടി ധ്യാന കേന്ദ്രമാണ്. അവിടേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ നേരെ ആ ധ്യാന കേന്ദ്രത്തിലേക്ക് പോയി. ബുധനാഴ്ചയായിരുന്നു, ക്രിസ്മസിന് മുമ്പുള്ള ഒരു ബുധനാഴ്ചയായിരുന്നു അത്. ഞാനത് പോയ സമയത്ത് ഞായറാഴ്ചയായിരുന്നു അവിടെ ധ്യാനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് സെക്യൂരിറ്റി എന്നെ കടത്തിവിട്ടില്ല. ഞാൻ പുറത്തു നിന്ന് പ്രാർത്ഥിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. പിറ്റേ ദിവസം എനിക്ക് ട്രീറ്റ്മെന്റിന് പോകേണ്ട ദിവസമായിരുന്നു. കാട്ട്പാടിയിലേക്ക്, CMC ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലേക്ക്. ഞാൻ ആ മെഡിക്കൽ കോളേജിലേക്ക് പോയി. രാവിലെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്, സ്നേഹഭവൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഞാൻ പോയി. അവിടുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് രാവിലെ അവിടെ ഒരു ചാപ്പലുണ്ട്. ചാപ്പലിൽ നിന്ന് പ്രാർത്ഥിച്ച്, പ്രാർത്ഥനയിടയിൽ എനിക്ക് ദർശനം കണ്ടു. ഒരു വചനമായിരുന്നു അത്. ആ വചനം എന്നെ അഗാധമായി സ്പർശിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നായിരുന്നു ആ വചനം. അത് എന്റെ മനസ്സിലുണ്ടായിരുന്നു. അത് ഞാൻ മനസ്സിൽ വെച്ചു. ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. സ്കാനിങ് ചെയ്തു. സ്കാനിങ് റിപ്പോർട്ടുമായി ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഞാൻ ഡോക്ടറെ കണ്ടു. ആശാ ഡോക്ടറായിരുന്നു. ഡോക്ടർ എന്റെ സ്കാൻ റിപ്പോർട്ട് നോക്കി. ആ സ്കാനിങ് റിപ്പോർട്ടിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞത്, നിന്റെ സ്കാൻ റിപ്പോർട്ടല്ല, മാറിപ്പോയിട്ടുണ്ട്, സൈൻ ചെയ്ത് തന്നു, ഒന്നുകൂടി സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അത് കേട്ട് ഞാൻ ഒന്നുകൂടി പോയി സ്കാനിങ്ങിന് വിധേയനായി. സ്കാൻ ചെയ്ത് റിപ്പോർട്ടുമായി പോയി. എന്നിട്ട് എന്നോട് ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് സീനിയർ ഡോക്ടേഴ്സുമായിട്ട് ആ ഡോക്ടർ വന്നു. അവര് പരിശോധനയിൽ ബ്രെയിൻ ട്യൂമർ എന്ന ഒരു ലക്ഷണവും എന്റെ തലച്ചോറിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. അതിനുശേഷം നേരെ വീട്ടിലേക്ക് വന്നു. ആരോടും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. എൻ്റെ അമ്മയോട് മാത്രം ഞാനത് പറഞ്ഞു. എനിക്ക് ഒരു ഡിവൈൻ റിപ്പീറ്റ് സെന്റർ ഉണ്ട്, ധ്യാന കേന്ദ്രം. അതിലേക്ക് ഞാൻ പോവുകയാണ്. ഒരാഴ്ച ധ്യാനം കൂടിയതിനു ശേഷം ഞാൻ വരാമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ക്രിസ്മസിന്റെ തലേ ദിവസമാണ് ഞാൻ ഇവിടെ വരുന്നത്.
അന്ന് ധ്യാനം തീരുന്നത് പുലർച്ചെ 4 മണിക്കായിരുന്നു. അപ്പോൾ മോർണിംഗ് വാക്ക് കഴിഞ്ഞ് മാത്യൂസ് നായിക്കപ്പറമ്പിലച്ഛൻ വരുന്നുണ്ടായിരുന്നു. കുറച്ചുപേരെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അടുത്തത് എന്റെ തലയിൽ വെച്ച് അച്ഛൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു അസുഖം മാറിയതായിട്ട് എന്റെ ദർശനത്തിൽ കാണുന്നുണ്ട്, സത്യമാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അച്ഛനോട് ഞാൻ പറഞ്ഞു. എന്റെ അതേ അസുഖമായി നിൽക്കുന്ന ഒരു ആൾ അവിടെ ഉണ്ടായിരുന്നു. അയാൾക്ക് അത് ഭയങ്കര സമാധാനം ലഭിച്ചു. പിറ്റേ ദിവസം രാത്രി 8 മണിക്ക് അച്ഛന്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. സ്പീച്ച് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം എന്റെ സാക്ഷ്യം അച്ഛൻ സ്റ്റേജിൽ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് എന്റെ പേര് വിളിച്ചു, എന്നോട് എണീറ്റ് നിൽക്കാൻ പറഞ്ഞു. എന്നെ സ്റ്റേജിലേക്ക് വിളിച്ചു. എന്നിട്ട് മൈക്ക് തന്നിട്ട് പറഞ്ഞതെല്ലാം സത്യമല്ലേ എന്ന് ചോദിച്ചു. സത്യമാണെന്ന് പറഞ്ഞു. കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാനൊന്നും കഴിഞ്ഞില്ല. ഞാൻ അവിടെ ഇരുന്നു. ധ്യാനം പൂർണ്ണമായും അവിടെ ഇരുന്ന് എല്ലാ വചനങ്ങളും എല്ലാം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തോടു കൂടി ഞാൻ സ്വീകരിച്ചു. എന്നിട്ട് ഞാൻ ഒരു വെള്ളിയാഴ്ച ധ്യാനം തീർന്ന് വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയതിനു ശേഷം എനിക്ക് അവിടെ കൂടുതലും നിൽക്കാനോ ഒന്നും പറ്റുന്നില്ല. എന്റെ മനസ്സെപ്പോഴും ഇവിടെയായിരുന്നു. ഞാൻ പിറ്റേ ആഴ്ച ഇങ്ങോട്ട് വന്നു. അച്ഛനെ കണ്ടു. അച്ഛനോട് എല്ലാ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരാഴ്ച കൂടി ഇവിടെ ധ്യാനത്തിലേക്ക് കയറാൻ. ഞാൻ ധ്യാനത്തിൽ കയറി. ശേഷം കുറച്ചു കാലം പ്രേക്ഷിതനായി നിന്നോളാൻ പറഞ്ഞു. ഏകദേശം 1.5 മാസത്തോളം ഞാനിവിടെ പ്രേക്ഷിതനായി നിന്നു. 1.5 മാസം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്റെ വീട്ടിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു. എന്റെ അമ്മയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. PSC എക്സാമിന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നു എന്ന് പറഞ്ഞു. എനിക്ക് ഒരു കോൾ വന്നു. അപ്പൊ ഞാൻ ഇവിടുന്ന് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ എന്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചുപോയി. ഞാൻ എന്റെ വീട്ടിലെത്തി. വാതിൽ തുറന്ന് അകത്ത് കയറി ഇരുന്ന് ശേഷം ഞാൻ കാണുന്ന ഒരു അത്ഭുതം എന്ന് പറയുന്നത്, എന്നിൽ നിന്നും ഡിവോഴ്സ് വാങ്ങിപ്പോയ എന്റെ ഭാര്യയും എന്റെ മോനും എന്റെ വീട്ടിൽ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് എനിക്ക് കുറച്ച് സമയത്തേക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെയുള്ള ഒരു അത്ഭുതമാണ് എന്റെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ കാണുന്നത്. എനിക്ക് 3 കാര്യങ്ങളാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ലഭിച്ചിട്ടുള്ളത്. 1, പൂർണ്ണമായിട്ടുള്ള രോഗശാന്തി. അതിനുശേഷം നല്ലൊരു ജോലി, ഗവൺമെന്റ് ജോലി കിട്ടി. അതിനുശേഷം ചിതറിപ്പോയ എന്റെ കുടുംബം എനിക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റി. ഇപ്പോൾ സന്തോഷമായ ഒരു കുടുംബം ഞാൻ നയിക്കുന്നു. ഇതിനെല്ലാം നന്ദി പറയുന്നത് യേശുവിനോട് മാത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.